കേരളം മൊത്തത്തിൽ കാത്തിരുന്ന വാർത്ത, സന്തോഷ വാർത്ത. ഷിംജിത മുസ്തഫ അറസ്റ്റിലായി, ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. നേരത്തെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ലഭിച്ചിരുന്നു. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പോലീസ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. അവർക്ക് വലിയ കുറ്റബോധമൊന്നുമില്ല, എന്ത് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. തൊട്ടു പിന്നാലെയാണ് ഷിംജിതയ്ക്കെതിരെ കേസെടുത്തതും. ഇപ്പോൾ ഷിംജിത പിടിയിലായിരിക്കുന്നു. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട്. സമീർ, എവിടെ നിന്നാണ് ഷിംജിത പിടിയിലായിരിക്കുന്ന വിവരങ്ങൾ? സമീർ, വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നാണ് ഷിംജിതയെ പോലീസ് അല്ല, ഇവള് പുറത്തെവിടെ പോയി എന്നൊക്കെ ആവശ്യമില്ലാത്ത ന്യൂസുകൾ കുറെ എണ്ണം ഇറക്കി ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്ത് കുറെ റീച്ച് കുറെ എണ്ണം ഉണ്ടാക്കി. അതെ, പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോ പുറത്തു പോയി എന്നൊക്കെ ന്യൂസ്. അത് അവർക്ക് ഒരു റീച്ചിന് വേണ്ടിയിട്ട് അവർ കാണിച്ചത്. ചിരിച്ചും കൊണ്ട് ആ വീഡിയോ പിടിക്കുന്നുണ്ട്. അവളെ ഇൻസ്റ്റയില് അയ്യോ ചേച്ചി എന്തോ ഭയങ്കര മാസാണെന്ന് വിചാരിച്ചാണ് ആ വീഡിയോ എടുത്തത്. അപ്പൊ കുറെ സപ്പോർട്ട് കിട്ടുമല്ലോ, സ്ത്രീകളുടെ പുരുഷന്മാരുടെയും കുറച്ച് സപ്പോർട്ട് കിട്ടുമെന്ന് ചേച്ചി വിചാരിച്ചു. ഓ പാവം ചേച്ചിയെ അവിടെ കയറി പിടിച്ചു ഇവിടെ കയറി പിടിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് പുരുഷന്മാരെ മൊത്തത്തിലായിട്ടിട്ട് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം നമ്മുടെ സൊസൈറ്റിക്ക് ഉണ്ടല്ലോ. പക്ഷേ സൊസൈറ്റി വളർന്നു എന്നുള്ള കാര്യം ചേച്ചി മറന്നുപോയി. ഇത് വെറും ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ ഈ രീതിക്കാക്കിയത്. അത് ഒരു ദുശീലം പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ ജോലി അങ്ങണ്ട കഴിഞ്ഞ് ജോലി സ്ഥലത്താണ് അങ്ങനെ അങ്ങണ്ട പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ബസ്സിൽ കയറുന്നു, അതിൻ്റെ ഇടയിൽ വെച്ചിട്ട് എവൾ അതിൻ്റെ പിന്നാലെ കയറുന്നു. അവൾ വന്ന ഉടനെ തന്നെ നട ഇതിങ്ങനെ പിടിക്കുന്നുണ്ട്. പിടിച്ചപ്പോഴും ഈ മനുഷ്യൻ എങ്ങനെയാണ് നിൽക്കണത്? മാറി നിൽക്കുകയാണ്. എവള് തിരിഞ്ഞ് എവളെ എല്ലാം കൂടെ കൊണ്ടിട്ടങ്ങ് ഉരയ്ക്കുകയാണ് ചെയ്തത് ആ മനുഷ്യൻ്റെ പുറത്ത്. പാവം ഇറങ്ങാൻ നേരത്ത് ഇയാളെ ബാഗ് അങ്ങോട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നു. ഇങ്ങനെ ഇറങ്ങാൻ നേരത്തെ അങ്ങോട്ട് ഒന്നല്ലേ ചെറിയ രീതിക്ക് അത് അവൾ ഉരച്ചോണ്ട് നിൽക്കുകയാണ്. എന്നാ ഉരച്ചോന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്തിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചുകൊണ്ടായിരിക്കും കൂടുതൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടിയിലേക്കും നീങ്ങുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ നടപടിയിലേക്കാണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് നീങ്ങുന്നത്. ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദൃശ്യങ്ങളാണ്. അതായത് ദീപകിന്റെ ദൃശ്യങ്ങൾ ഇവർ ഫോണിൽ ചിത്രീകരിച്ചു. ആ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡിലീറ്റ് ചെയ്താൽ അത് അവരെ എടുക്കും. അത് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഈ സംഭവം ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ട് ഉടനെ തന്നെ മൊബൈലും എല്ലാം ഓഫായിരുന്നു. ഈ പയ്യൻ മരിച്ചെന്നുള്ള സൂചന അങ്ങോട്ട് കിട്ടി. മൊത്തത്തിൽ ഓഫാക്കി വെച്ചിട്ട് പുള്ളിക്കാരി മുങ്ങുകയും ചെയ്തു. മുങ്ങിയത് വേറെ എങ്ങും പോയില്ല, അതിന് വെളിയിലൊക്കെ പോയെന്നാണ് അറിവ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. പുള്ളിക്കാരി വടകര ബന്ധുവീട്ടിലായിരുന്നു. ബന്ധുവീട്ടിൽ നിന്നാണ് പിടിക്കുന്നത്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് തന്നെ പോലീസ് പോയി തെളിവെടുപ്പൊക്കെ നടത്തി. തെളിവെടുപ്പ് നടത്തിയിട്ട് അപ്പോഴവർക്ക് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനുള്ള ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. അപ്പോഴും അറസ്റ്റ് ചെയ്യാത്ത എന്ത് എന്നൊക്കെ ഞാനിട്ട വീഡിയോയ്ക്ക് തന്നെ അവർ കമന്റുകൾ ഇട്ടായിരുന്നു. തെളിവെടുക്കുന്നതല്ലേ, തെളിവെടുക്കുന്ന പ്രൊസീജിയറിൽ നമുക്കിപ്പം തെളിവെടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ആളാണ് കുറ്റം ചെയ്തത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. തെളിവൊക്കെ എടുത്തതിന് ശേഷം അവരത് എക്സാമിൻ ചെയ്തതിന് ശേഷമാണ് ആള് തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് പോലീസ് വിലയിരുത്തുന്നത്. അപ്പൊ അതിന് ശേഷം അറസ്റ്റ് എന്തായാലും നടക്കത്തുള്ളൂ. പിന്നെ പോലീസിന്റെ വശത്ത് നിന്ന് ഇത്തിരി വീഴ്ചകളൊക്കെ വന്നായിരുന്നു. എവളാണ് അത് അങ്ങനെ വരുത്തി തീർത്തത്. ഇവള് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞായിരുന്നു ഇങ്ങനെയുള്ള ഒരു ഇത് നടന്നിട്ടുണ്ട് എന്നൊക്കെ വിളിച്ച് പറഞ്ഞതായിട്ടൊക്കെ കള്ളത്തരമാണ് അവള് പറഞ്ഞത്. അവർക്ക് പരിചയമുള്ള ഏതോ ഒരു പോലീസിനെയാണ് അവർ കോണ്ടാക്ട് ചെയ്തത് അവർ പറഞ്ഞത്. പക്ഷെ ആ പോലീസിനെ വിളിച്ച് അത് പേഴ്സണൽ കോണ്ടാക്ട് അല്ലേ, പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവത്തില്ല. അതാണ് അവിടെ വന്ന മിസ്റ്റേക്ക്. ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചതേ ഇല്ല എന്നാണ് പറയണത്. പുള്ളിക്കാരി പർദ്ദയൊക്കെ ഇട്ട് ഇന്നിപ്പോൾ ആ ബന്ധു വീട്ടിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് പോവേണ്. പൊക്കിയെടുത്തോണ്ട് പോയിട്ടെന്തോന്ന് ഫലം എനിക്കൊന്നും തോന്നണില്ല. ആ അച്ഛനും അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. അവരാ കരച്ചിൽ ഇപ്പോഴും അവർ പറയണെന്താണ്, ജീവിതകാലം മുഴുവനും അവളെ ഇറക്കി വിടരുത്, ജയിലിൽ തന്നെ കിടക്കണം. ഈ ഒരു മകനല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റേതായ ഒരു സങ്കടം അവർക്കുണ്ട്. വയസ്സായ അച്ഛനും അമ്മയും മാത്രമായി. അതിലാണ് ഏറ്റവും വലിയ വിഷമം. അന്നം കഴിഞ്ഞു പോണത് തന്നെ ഈ ഒരു മകൻ പോയി ഇറങ്ങി കൊണ്ടുവന്നാണ് അവരെ ജീവിതം കഴിഞ്ഞു പോകണം. ഈ മകൻ മുകളിലത്തെ നിലയിലാണ് കിടക്കുന്നത്. അപ്പോഴേ അമ്മയുടെ അടുത്ത് വന്നിട്ട് രാത്രിയിൽ പറയുന്നുണ്ട്, അമ്മ വാതിലൊക്കെ നല്ലതുപോലെ അടച്ചിട്ട് കിടക്കണേ. കുറുവാ സംഘം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു ഡോറ് ശരിയല്ല,
അതുകൊണ്ട് നല്ലോണം ഡോർ അടച്ചിട്ടൊക്കെ കിടക്കണേ എന്നുള്ള ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടാണ് പോണത്. അതാണ് ആ അമ്മ പറയണത്. മോൻ ഇങ്ങനെ പറഞ്ഞിട്ട് പോലും അതെനിക്ക് അവർക്ക് ഒരു ചിന്തയെ ഇല്ലായിരുന്നു. പക്ഷെ അന്ന് അവനെ വിഷമമുള്ളതായിട്ടാണ് കാണുന്നത്. ബസ്സിൽ വെച്ച് പുള്ളി ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇതിലെ കമന്റ്സ് ഒന്ന് പുള്ളി ഒന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു പ്രശ്നത്തിലോട്ട് പോകത്തില്ലായിരുന്നു തോന്നുന്നു. കാരണം ആ ഒരു വീഡിയോയിൽ വന്ന കമന്റ് ഫുള്ള് പുള്ളീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ആൾക്കാർ കമന്റ് ഇടുന്നത്. ഇതിനു മുമ്പ് തന്നെ ഓൾറെഡി ഒരു സംഭവം ഉണ്ടായി. ഒരു മാസ്ക് വെച്ച് ഒരു പെണ്ണ് ഇതുപോലെ ഒരു വീഡിയോ എടുത്ത് അത് ഭയങ്കര വിഷയമായി. അതിനുശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ആൾക്കാർ മൊത്തം ഈ ആൾക്ക് സപ്പോർട്ടായിട്ടാണ് നിന്നത്. പക്ഷെ അതൊന്ന് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ അത്രയും ഫേസ് ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ദീപക്ക് വേറെ ഒരു ദുശീലങ്ങളിലോ അങ്ങനെയുള്ള ഒരു ശീലമോ ഒന്നുമില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് മനസ്സിനങ്ങ് ടെൻഷൻ കയറിയതാണ്. ഇനി എന്തായി തീരും, ഈ ജനങ്ങൾ മൊത്തം അറിഞ്ഞല്ലോ, മൊത്തത്തിൽ പരന്നു. പിന്നെ ന്യായീകരിച്ചുകൊണ്ട് അടുത്തടുത്ത വീഡിയോകൾ എടുത്തിടുന്നു. അവള് വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരുന്നു. അത് ഇടുന്നതിനനുസരിച്ച് 1 മിനിറ്റ് മുമ്പ് തന്നെ ആ വീഡിയോകളൊക്കെ അങ്ങ് വൈറലായി പോവേണു. അപ്പം ഇവക്കൊരു ഉത്സാഹമായി. ഇനി വീണ്ടും വീണ്ടും ഇടണമെന്നുള്ള ഒരിതായി. അതിനെന്ത് ഇപ്പം നാണ്ട പിടിച്ചുകൊണ്ട് പോണു. അവൾ ഇത്രയും പ്രതീക്ഷിച്ച് കാണൂല. അവൾ ഇങ്ങനെയൊക്കെ ആവും, ഈ പയ്യൻ മരിക്കും എന്നൊന്നും അവൾ വിചാരിച്ചില്ല. വെറുതെ എങ്കിലും അവൾ എടുത്തു വെച്ച് ചെയ്ത് അവൾ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഒരാളിൻ്റെ ജീവൻ പോയില്ലേ. വീഡിയോ എടുക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. കാരണം ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് ഒരു പ്രൂഫാണ്. ആ ഒരു പ്രൂഫിന് വീഡിയോ അത്യാവശ്യമാണ്. പക്ഷെ അതിൻ്റെ ഒതൻറ്റിസിറ്റി, അതിലെത്രത്തോളം കാര്യം ഉണ്ടെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുക. കാരണം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സബ്ജക്റ്റാണിത്. അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അഫക്റ്റ് ചെയ്യുന്നത് ആ ഓപ്പോസിറ്റ് പാർട്ടി. അത് എത്രത്തോളം അതിൻ്റെ ആഘാതം മനസ്സിലാണ് ശരിക്കും ഈ പുള്ളിയുടെ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണ്. ആ സ്ത്രീക്ക് ചിലപ്പോൾ അൺകംഫർട്ടബിൾ ആയിരിക്കാം. കാരണം തള്ളുള്ള ബസ്സാണ്. ചിലപ്പോൾ ആ തള്ളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം തോന്നിക്കാണാം. അങ്ങനെയായിരിക്കും അവരെ വീഡിയോ എടുത്തത്. പക്ഷെ ആ വീഡിയോയിൽ ആള് കുറ്റക്കാരനാണെന്നുള്ള ഒരു സാധനം അതിനകത്തില്ല. പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് പറയാൻ പറ്റത്തില്ല. ഒന്നും ചെയ്തില്ല. നല്ലതുപോലെ ബേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ്. എവളാണ് നേരെ സ്ട്രെയിറ്റ്, എവളാണ് ചെന്ന് നിന്നിട്ട് അയാളെ കയ്യിലോട്ടും ദേഹത്തോട്ടും ഉരയ്ക്കണ കണ്ടപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എവളാണ് അതിലെ തെറ്റുകാരി. എവൾക്ക് റീച്ചിന് വേണ്ടിയാണ്. അതല്ല, എവളിങ്ങനെ പകർത്തണ സമയത്ത് തന്നെ അവൾ ചിരിക്കുന്നുണ്ട്. അപ്പം അതിലാണത്. അപ്പം ഇനി പെൺകുട്ടിയേക്ക് ബസ്സിനകത്ത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ അല്ല, ഈ ദീപക്കിൻ്റെ പോലെ അല്ല. ദീപക്ക് ഒന്നും ചെയ്തില്ലായിരിക്കാം, അതുപോലെ ചെയ്യണ എത്രയോ പേരുണ്ട്. അതാണ് ഇപ്പോഴത്തെ വിഷയം. ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് പുരുഷന്മാർ ഇത് എടുത്തിരിക്കുന്ന രീതി വേറൊരു രീതിയിലാണ്. ഒരു പുരുഷന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഒരു സ്ത്രീ കാരണം ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അപ്പോഴത്തേക്ക് ഈ പുരുഷന്മാരങ്ങ് ട്രോമറ്റൈസ്ഡ് ആവാണ്. അവർ ഒരുപാട് മീംസും ട്രോൾസൊക്കെ ഇറക്കുന്നു. ഇനി ബസ്സിൽ സ്ത്രീകളുടെ അടുത്ത് ഇരിക്കുന്നില്ല, സ്ത്രീകളുടെ അടുത്തുനിന്ന് ഇത്രയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു, കാർഡ്ബോർഡ് വെച്ചിട്ട് ബസ്സിനകത്ത് കയറുന്നു, നോട്ടീസ് ഒട്ടിക്കുന്നു ബസ്സിൽ. സ്ത്രീകൾക്ക് ഇങ്ങനെ വീഡിയോ എടുക്കുന്ന സ്ത്രീകൾക്ക് പ്രവേശനമില്ല. എടുക്കുന്ന സ്ത്രീകളെന്നല്ല കൊടുത്തിരിക്കുന്നത്, ഭയങ്കര മോശമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലയെന്ന് എഴുതി വെക്കുന്നു. പിന്നെ വേറെ വീഡിയോസ് ഇറങ്ങുന്നു, പുരുഷന്മാർ മാത്രം പോകുന്ന ബസ്സാണ്, സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലയെന്നും പറഞ്ഞിട്ട് വീഡിയോസ് ഇറക്കുന്നു. പെണ്ണുങ്ങൾ കയറാത്ത ബസ്, തട്ടലില്ല, മുട്ടലില്ല, വീഡിയോ ഇല്ല, കയറിക്കോ. പെണ്ണുങ്ങൾ കയറാത്ത ബസ് കോഴിക്കോട്. സമാധാനിച്ച് പോവാ, പേടിക്കണ്ടല്ലോ ഒരാളെ. ആരും പേടിക്കണ്ട, നമുക്ക് സമാധാനത്തിൽ പോവാ, വയറിലാവൂല. ഇങ്ങനെയുള്ള വീഡിയോസ് ഇങ്ങനെ നിങ്ങൾ ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നത്, വർഷങ്ങളായിട്ട് സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങളുണ്ട്. പബ്ലിക് പ്ലേസിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഗ്രോപ്പിംഗ് ആയിക്കോട്ടെ, മൊളസ്റ്റേഷൻ, എല്ലാം എന്തോരം വെറൈറ്റീസ് ഓഫ് ക്രൈംസ് ആണ് ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിങ്ങനെ ഇത്രയും ട്രോമറ്റൈസ്ഡ് ആവുകയാണെങ്കിൽ സ്ത്രീകൾ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങൂല നിങ്ങളെ പേടിച്ചിട്ട്. നിങ്ങൾക്കെതിരായിട്ടുള്ള കുറേ ട്രോൾസും വീഡിയോസൊക്കെ ഇറങ്ങേണ്ടിയിരുന്നേനെ. പക്ഷെ നമ്മളതൊക്കെ മാറ്റിവെച്ച് ബസ്സിൽ നമ്മൾ ഏതെങ്കിലും സ്ത്രീകൾ പുരുഷന്മാരുടെ അടുത്ത് ഇരിക്കാതെ ഇരിക്കുന്നുണ്ടോ? പേടിച്ചിട്ടാണ് എങ്കിൽ പോലും നമ്മൾ ഇരിക്കുന്നുണ്ട്. പുരുഷൻ വരുന്നു മാറിയിരിക്കാം, അല്ലെങ്കിൽ പുരുഷൻ വരുന്നു ഇവൻ ചിലപ്പോൾ പീഡിപ്പിക്കുമെങ്കിലോ അതുകൊണ്ട് ഇവൻ്റെ അടുത്ത് ഇരിക്കണ്ട എന്നും പറഞ്ഞ് നമ്മൾ മാറിയിരിക്കാറുണ്ടോ? ഇല്ലല്ലോ.
അത് എല്ലാ സ്ത്രീകളും അങ്ങനെ അല്ല കേട്ടോ. അതില് അതാണ്. ചിലപ്പോ 100-ല് 1-2 കാണും. അല്ലാതെ എല്ലാരെയും അങ്ങനെ അടച്ച് ആക്ഷേപിക്കണം അതാണ് എന്നല്ല പറയണത്. അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനറലൈസ് ചെയ്യുന്നു. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ബസ്സിന് അകത്ത് വെച്ച് എന്തെങ്കിലും ഒരു വിഷയം യഥാർത്ഥത്തിൽ ഉണ്ടായാൽ സംഭവിച്ചു കഴിഞ്ഞാലും ഇത് തന്നെയാണ്. അതാണ് സംഭവിച്ചു കഴിഞ്ഞ് വീഡിയോ എടുത്താൽ ഇനി നടക്കാൻ പോണ സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവന്മാരൊരു ജസ്റ്റിഫിക്കേഷനും കൊണ്ടുവരും. ഞാനൊന്നും ചെയ്തില്ല, അവൾ ചെയ്ത പോലെ ചുമ്മാ വീഡിയോ എടുക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആണുങ്ങൾ ശബ്ദം ഉയർത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ്. അതിന് വളം വെച്ച് കൊടുത്തത് ഈ ജംഷിദ എന്ന് പറയുന്ന സ്ത്രീയാണ്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കരുത്. സ്ത്രീകൾക്ക് നേരെ ബസ്സിനകത്തായാലും അതിക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഒരുത്തി കാരണം കേരളത്തിലെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ അടിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനു മുമ്പ് വേറൊരുത്തി ഉണ്ടായിരുന്നു, ഒരു മാസ്കും വെച്ചിട്ട്. അവൾ ഇതുപോലെ തന്നെ ഒരു കിളവടുത്തിരുന്ന ആ കിളവന ചുമ്മാങ്കിലും ആ കിളവൻ എന്തര ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അത് വെറുതെ. ഇനി ആ നഷ്ടപ്പെട്ട ആൾ തിരിച്ചു വരൂല. ഇവളൊന്നി ആ ബസ്സിൽ വെച്ച് കണ്ടക്ടർ എടുത്ത അവിടെ അങ്ങനെ അതിലുള്ള ആരടുത്തെങ്കിലും പറയുക, അല്ലെങ്കിൽ ഇവൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയുക ചെയ്യാനുള്ളതിന് ഇയാളിങ്ങനെ ചെയ്തെന്നും പറഞ്ഞ് ഉടനെ പോസ്റ്റ് ചെയ്ത്. ഈ ദീപക് എന്ന് പറഞ്ഞ പയ്യ മനസ്സ് കട്ടിയില്ലാത്ത മനുഷ്യനായിരിക്കും, ചിലപ്പം ലോല മനസ്സ് ഉള്ള ഒരാൾ. ജനങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യുമെന്നൊക്കെ പേടിച്ചെന്ന് പറഞ്ഞാൽ ഇത് വൈറലായപ്പോൾ അവൻ പേടിച്ചു പോയി. പയ്യൻ പേടിച്ചു പോയപ്പോൾ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ഇനി നാളെ അവരെ മുഖത്ത് നോക്കണ്ടേ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇതായിപ്പോയതിൻ്റെ പേരിൽ അത് അങ്ങനെ സംഭവിച്ചു. ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്കും ജെനുവിനിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ എടുത്ത് സ്റ്റോർ ചെയ്യാതെ അപ്പോഴേ സോഷ്യൽ മീഡിയയിൽ എടുത്ത് പോസ്റ്റ് ചെയ്യാതെ അത് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ നിൽക്കുക. പോലീസിനെ ആദ്യം ഇൻഫോം ചെയ്യുക, കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം പോലീസിനെ കാണിച്ചത് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ എടുക്കുന്നത് മോശമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ വീഡിയോ എടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളൊരു പ്രൂഫ് എന്ന് പറയുന്ന ആ ഒരു വീഡിയോ മാത്രമായിരിക്കും. സോ വീഡിയോ എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ അത് സോഷ്യൽ മീഡിയയിലിട്ട് നാറ്റിക്കുന്നതിന് മുമ്പേ നമ്മൾ ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ പുരുഷന്മാരിപ്പം ട്രോമറ്റൈസ്ഡ് ആയിട്ട് നടക്കുകയാണ്. ലൈക്ക് ദേ ആർ ക്രൈയിങ് സോ മച്ച്. അത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഒരാൾ മരിച്ചു, ആ ആൾക്ക് ജസ്റ്റിസ് വേണം, അതിനാണ് നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് വിചാരിച്ച് കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് നിങ്ങൾ വരുത്തി തീർക്കുന്ന രീതി അത് വളരെ മോശമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ട്രോളും വീഡിയോസൊക്കെ ഇതിനെക്കുറിച്ച് ഇറങ്ങുന്നുണ്ട്. സ്ത്രീകളെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന പോലെ. നമ്മളൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു അവഗണന, ഇതെന്താ നമ്മളെന്തെങ്കിലും കുറ്റം ചെയ്തോ, ഇവരെന്തിനാ നമ്മുടെ അടുത്ത് നിന്ന് മാറി ഇങ്ങനെ ഇത്രയും ദൂരം പോയി നിൽക്കുന്നത്, നമ്മളെന്തെങ്കിലും അവരെ കയറി പിടിക്കാൻ പോയോ, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീല് നമുക്ക് തോന്നി. ഒത്തിരി ദൂരോട്ടൊക്കെ മാറി നിൽക്കുന്നത് നല്ലതാണ്. വായു കയറും, അതും ഒരു പോയിന്റ്. വായു നമുക്ക് നേരെ ഒന്ന് ശ്വാസം വിടാം. അത് മാത്രമല്ല, പിന്നെ ചില ചെറിയ അല്ലാത്തുള്ള സ്മെല്ലുകളൊക്കെ വരും. അതൊക്കെ ഒന്ന് കുറയ്ക്കാം. അങ്ങനത്തെ ഈ ട്രോൾ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഇവരെന്തിനാ ഇങ്ങനെ, എനിക്ക് ആണുങ്ങൾ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് തോന്നിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഇത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ സ്ത്രീകളെ കയറി പിടിക്കുന്ന ചില തെണ്ടിഞ്ഞരമ്പ് രോഗികളും ഉണ്ട്. സോ ഈ ആണുങ്ങൾ മൊത്തത്തിലായിട്ട് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ സ്ത്രീകളും അവിടെ സേഫാണ്. വായു കയറാം ബസ്സിനകത്ത്, തൊട്ടലും ഉരുമ്മലും ഒക്കെ നല്ല സുഖമായിട്ട് ഇരിക്കുക. അതാണ്, സുഖമായിട്ടിരുന്ന് പോകാം.